Hey, hello, welcome back to the movie review of Vara 2, a biopic of ബില്യൺ ബ്രോസ്. മൂവിയുടെ ടൈറ്റിൽ പോലെ തന്നെ ചെറുപ്പം പയ്യന്മാരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റോറി കാണിച്ചു പോകുന്ന ഒരു ആക്ഷൻ കോമഡി ഫാമിലി മൂവിയാണിത്. ഈ മൂവിയിൽ എടുത്തു പറയേണ്ടത് ഫൈറ്റുകളാണ്. കിഡിലെ ഫൈറ്റുകളായിരുന്നു. നമ്മുടെ തല്ലുമാല മൂവിയൊക്കെ പോലെ ചെയിൻ ഫൈറ്റ് ആണ്. ഒരു ഫൈറ്റ് കഴിഞ്ഞ് അടുത്ത ഫൈറ്റ്, അത് കഴിഞ്ഞ് അടുത്ത ഫൈറ്റ്, അങ്ങനെ കുറെ ഫൈറ്റുകൾ വരുന്നുണ്ട്. ഫൈറ്റ്സിന്റെ വിഷ്വൽസ് ആയാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നമ്മളെ പിടിച്ചിരുത്തും. തിയേറ്ററിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഇന്റർവെല്ലിനോട് അടുക്കും തോറും ഒരു കിഡിലെ ഫൈറ്റ് സീനും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കും അതിന്റെ ഒരു സ്കോറിംഗ് ഒക്കെ നമ്മളെ ആ ഇന്റർവെല്ലിനോട് അടുക്കുന്ന ഒരു ടൈം മൂവിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തും. അത്ര കിഡിലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നാച്ചുറൽ ആയിട്ടുള്ള ഒരു നാടൻ തല്ല്, പിള്ളേരുടെ ഇടയിൽ സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന ഇടി കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവര്. ഫൈറ്റ് മാത്രമല്ല, നല്ല നല്ല കോമഡീസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ ഫൈറ്റും കോമഡിയും ഈ ചെറുപ്പം പിള്ളേരുടെ ഇടയിൽ ഉണ്ടാവുന്ന രസകരമായ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെറുപ്പം പയ്യന്മാർക്കൊക്കെ പോയി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. അങ്ങനെ ഫൈറ്റോ അധികം കോമഡികളോ ഒന്നും ഇല്ല. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു വന്നവർക്കൊക്കെ ഈ മൂവി പോയി കാണുമ്പോൾ പെട്ടെന്ന് കണക്ട് ആവും. കുറെ കാര്യങ്ങളൊക്കെ ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തും. ഞാനൊക്കെ തിയേറ്ററിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറെ പേരൊക്കെ കണ്ണ് നിറഞ്ഞ് ഇമോഷണലി കണക്ട് ആവുന്ന പല കാര്യങ്ങളും അത്ര അടിപൊളിയായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വെറുതെ ജസ്റ്റ് ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവല്ല, ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കറക്റ്റായിട്ട് ഒരു സ്റ്റോറി ലൈൻ കൊണ്ട് എത്തിക്കും. നമുക്ക് കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യും എന്താണ് അവരുടെ അവസ്ഥ, അപ്പോഴത്തെ സിറ്റുവേഷൻ. എസ്പെഷ്യലി നമ്മുടെ ഹാഷിർ ആൻഡ് ടീം, ഇവർ 4 പേരും തകർത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പുതിയതായിട്ട് സിനിമയിൽ വന്നവരാ. ആ പുതിയതായി വന്നവരാന്ന് പറയില്ല, അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെ ആക്ടിങ് ലെവലൊക്കെ ഇവര് ആ ഒരു റീൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെയല്ല, അവരിൽ ഇനിയും കുറെ കഴിവുകളുണ്ട് എന്നുള്ളത് അവർ ഇതിൽ തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്ര അടിപൊളിയായിട്ടാണ് ഹാഷിർ ആൻഡ് ടീം ചെയ്തിരിക്കുന്നത്. ഹാഷിർ ആൻഡ് ടീം മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന നമ്മുടെ അല്ലമീൻ്റെ ടീം, കുഡോസ് മീഡിയയിലെ ടീം, പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ വാഴ 1 ടീം ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു 2020 ആയിരുന്നു ഈ മൂവിയിൽ കാണാൻ പറ്റിയ. ഒരുവിധം +2 കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ഈ മൂവി പോയി കാണുമ്പോൾ നല്ലതായിട്ട് കണക്ട് ആവും. അതേപോലെ തന്നെ ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയലൈസേഷൻ വരും. നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും നമുക്ക് ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ. ആ ഒരു മെസ്സേജ് ഈ മൂവിയിൽ അടിപൊളിയായിട്ട് ഇവർ കൺവേ ചെയ്തിട്ടുണ്ട്, നമ്മളിലേക്ക് കൃത്യമായിട്ട് അത് എത്തിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഇന്റർവെല് പെട്ടെന്നായ പോലെയാണ് എനിക്ക് തോന്നിയത്. സമയം പോണത് അറിയില്ല. ഇന്റർവെല് വരെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റും നമുക്ക്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവരുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ ആ ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും പതി. വാഴ 1 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വാഴ 2 സിനിമ അങ്ങനെ കണ്ട് എൻഡിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവും. അങ്ങനെ സാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവരൊരു ടൈലന്റ് കൊണ്ടുവരുന്നുണ്ട്, ഒരു ഫൈറ്റ് സീൻ. അത് കിട്ടില്ലാണ്. അതും കൂടി കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും സാറ്റിസ്ഫൈങ് ആയിട്ടാണ് ഇറങ്ങാം. ഈ സമ്മർ വെക്കേഷനിൽ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവി ആയിരിക്കും ഇത്. ഇതിൽ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് ഒരു അധ്യാപകനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു റോളാണ്. ആളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പോലീസുകാരൻ, ആള് കിഡിലായിരുന്നു. നന്നായിട്ട് സ്കോർ ചെയ്തിട്ടാണ് ആള് പോണത്. അപ്പൊ എനിക്ക് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊക്കെയാണ്. അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.